ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്ന ചെറിയൊരു തോട്ട് എന്താണെന്നറിയോ? ബി യുവർ ഓൺ ഹീറോ. നമുക്ക് നമ്മുടെ തന്നെ സൂപ്പർ ഹീറോ ആവാൻ സാധിക്കുമോ? നമുക്ക് എപ്പോഴും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോൾ, നമ്മൾ ബുദ്ധിമുട്ടിൽ എന്തെങ്കിലും പെട്ടുപോകുമ്പോൾ, നമ്മൾ അപ്പോൾ വിചാരിക്കും ഒരു സൂപ്പർ ഹീറോ വന്നിരുന്നെങ്കിൽ എന്ന്. നമ്മളൊരു ബ്രേവ് ആയിട്ടുള്ള ഒരാളായി മാറി നമ്മൾ തന്നെ നമ്മളെ രക്ഷിക്കാനുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ചാലോ? ബി യുവർ ഓൺ സൂപ്പർ ഹീറോ. ഇതാണ് ഇന്നത്തെ ടോപ്പിക് കേട്ടോ. നമുക്ക് എങ്ങനെ നമ്മളെ രക്ഷിക്കാൻ പറ്റും ഡിഫിക്കൽട്ടിയുള്ള സിറ്റുവേഷനിൽ നിന്ന്? എന്തൊക്കെയായിരിക്കും ജീവിതത്തിൽ ഒരാൾ നേരിടുന്ന ഡിഫിക്കൽട്ടി? അത് ഇഷ്ടം പോലെ ഉണ്ടാവും. അത് പേഴ്സൺ ടു പേഴ്സൺ ഇറ്റ്സ് ഡിഫറെൻ്റ് ഓൾസോ. സോ ഹൗ ടു ഫൈൻഡ് സൊല്യൂഷൻ ഫോർ എവറി പ്രോബ്ലം, അതും ഡിഫിക്കൽട്ടാണല്ലേ. എപ്പോഴും ഒരു സൂപ്പർ ഹീറോ ആയിരിക്കുക എന്നുള്ളതും ഡിഫിക്കൽട്ടാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് പലതരം ഡ്രസ്സസ് ഇടേണ്ടി വരും. ചിലപ്പോൾ ഒരു ഡാഡിൻ്റെയാണ്, ചിലപ്പോൾ ഒരു മോമിൻ്റെയാണ്, ചിലപ്പോൾ ഒരു ഗുഡ് ഡോട്ടറിൻ്റെയാണ്, അല്ലെങ്കിൽ ഒരു ഗുഡ് പ്രൊഫഷണലിൻ്റെയാണ്. എന്താണ് നമ്മുടെ പ്രൊഫഷൻ വെച്ചാൽ ആ ഒരു ഡ്രസ്സായിരിക്കും നമ്മൾ ആ സമയത്ത് ഇടുക. ആൻഡ് ആറ്റിറ്റ്യൂഡ് ചേഞ്ചസ് അവർ വേർഷൻ ഓഫ് അവർ സെൽഫ്. നമ്മുടെ ആ ഒരു സെൽഫ് തന്നെ ചേഞ്ച് ആയിരിക്കും. ചില സമയത്ത് നമ്മൾ മോർ കൈൻഡായിട്ട് പ്രവർത്തിക്കേണ്ടി വരും. കൂടുതൽ കൈൻഡ്നെസ് നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരേണ്ടി വരും. അപ്പോഴായിരിക്കും നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ സൂപ്പർ ഹീറോ ആയിട്ട് മാറുന്നത്. നമ്മൾ ഹോട്ടലിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മുൻപിൽ ഒരു വിശന്നിട്ട് ഒരാൾ പോകുന്നുണ്ട് അല്ലേ. ആ ഒരാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ നമ്മൾ അയാളുടെ സൂപ്പർ ഹീറോ ആയിട്ട് മാറുകയാണ്. നേരെ മറിച്ച് നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കിരിക്കുകയാണ്. നമുക്ക് ഭക്ഷണം ആവശ്യമുണ്ട്, പക്ഷേ ഭക്ഷണം കഴിക്കാനുള്ള പൈസയും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ ഭക്ഷണം വാങ്ങി കഴിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല. എങ്കിലും അങ്ങനെയും ഉണ്ടാവാം ചിലർക്ക്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ തന്നെ സൂപ്പർ ഹീറോ ആവാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഹീറോ ആവാൻ പറ്റും. നമുക്ക് ഭക്ഷണം വാങ്ങി തരാൻ വേറെ ആരുമില്ല, അല്ലെങ്കിൽ വീട്ടിൽ തനിച്ചിരിക്കുകയാണ്. ഭക്ഷണം ഉണ്ടാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, ഫിസിക്കലി ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓ, എന്താ ചെയ്യുക? അങ്ങനെ ആലോചിച്ച് ആ ഒരു ദിവസം മുഴുവൻ ഏറ്റവും നല്ലത് പറ്റാവുന്ന രീതിയിൽ എന്ത് കഴിക്കാൻ പറ്റുമോ അത് ഉണ്ടാക്കി കഴിക്കുക. അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അത് കഴിക്കുക. അപ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ സൂപ്പർ ഹീറോ ആയത്. എന്തുകൊണ്ടാണ്? നമ്മളുടെ ആ ഒരു നീഡായിരുന്നു ഹങ്കർ എന്നുള്ളത്. ആ ഒരു നീഡിനെ സാറ്റിസ്ഫൈ ചെയ്തു. സോ യു ആർ യുവർ സൂപ്പർ ഹീറോ, റൈറ്റ്? ഇത് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സാണ് കേട്ടോ. ഇനി പല സമയത്ത് നമ്മൾക്ക് നമ്മളുടെ മോം എന്നുള്ളൊരു ക്യാരക്ടർ, അതിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ വി വോണ്ട് ടു ബി എ സൂപ്പർ മോം അല്ലേ. നമുക്കൊരു സൂപ്പർ മോം ആയിത്തീരണം, എപ്പോഴും അങ്ങനെ ഒരു ചിന്തയുണ്ട്. അപ്പോൾ നമ്മൾ മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്തുകൊണ്ടേയിരിക്കും, സൂപ്പർ മോം ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മളുടെ കാര്യങ്ങൾ നോക്കാൻ ചിലപ്പോൾ നമ്മളുടെ അമ്മ അടുത്തുണ്ടായിന്ന് വരില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ തന്നെ സൂപ്പർ മോം ആവണം. യു ഹാവ് ടു പാമ്പർ യുവർ സെൽഫ്, യു ഹാവ് ടു ഗിവ് യുവർ സെൽഫ് സം റെസ്റ്റ്. അതുപോലെ നമ്മൾ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ നമ്മൾ നമ്മുടെ തന്നെ കോൺഫിഡൻസ് കൊടുക്കുക. യു ക്യാൻ ഡു ദിസ്, യു ആർ എ ബ്രേവ് ഗേൾ ഓർ യു ആർ എ ബ്രേവ് ബോയ്, യു ആർ എ ബ്രേവ് മാൻ എന്ന് നമ്മളുടെ അമ്മ തോളത്ത് തട്ടി പറയില്ലേ, അതുപോലെ നമ്മൾ തന്നെ പാറ്റ് ചെയ്ത് പറയാം യു ക്യാൻ ഡു ദിസ് എന്നുള്ളത്. ഇത് ആരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല അല്ലേ, ഇങ്ങനെ ഒരു കോൺസെപ്റ്റ്. അതുപോലെ തന്നെ സൂപ്പർ ഡാഡ് നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും എപ്പോഴും നമ്മുടെ ഡാഡ്, നമ്മുടെ ഫാദർ ഫിഗർ, എപ്പോഴും നമ്മുടെ ഫാദർ കൂടെ ഉണ്ടായിരുന്നിട്ടുണ്ടാകാം. അപ്പോൾ വി ബിലീവ് ദേ ആർ അവർ സൂപ്പർ ഡാഡ്, അല്ലെങ്കിൽ നമ്മളുടെ അച്ഛൻ സൂപ്പർ ഹീറോ ആണ് ആ സമയത്ത് അല്ലേ. പക്ഷെ കുറച്ച് വലുതായി കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലെത്തി. സോ യുവർ സൂപ്പർ ഡാഡ് ഏസ് യുവർ സെൽഫ്. അപ്പോഴും നമ്മൾ ആ ക്യാരക്ടർ എടുത്ത് അണിയാണ്. അപ്പം നമ്മൾക്ക് എത്ര തരം ക്യാരക്ടേഴ്സ് അണിയേണ്ടി വരും നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ? നമ്മളുടെ ഒരു സൂപ്പർ മോം ആവണം, സൂപ്പർ ഡാഡ് ആവണം, സൂപ്പർ സപ്പോർട്ടിങ് ഫ്രണ്ട് ആവണം. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് എവറിഥിങ് വി ഹാവ് ടു ബി കൈൻഡ്, വി ഹാവ് ടു ബി സപ്പോർട്ടീവ്, ആൻഡ് വി ഹാവ് ടു ബി പവർഫുൾ വിത്ത് ഫോർ അവർ സെൽഫ്. നമുക്ക് വേണ്ടി, അതായത് നമ്മൾ നമ്മളോട് തന്നെ സപ്പോർട്ട് കാണിക്കുക, അതുപോലെ കൈൻഡ്നെസ് കാണിക്കുക, കോൺഫിഡൻസ് കാണിക്കുക. യു ക്യാൻ ഡു ദിസ് അറ്റ് എനി പോയിൻ്റ് ഓഫ് ടൈം എന്നുള്ളത്. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലേ, ഇഷ്ടംപോലെ സമയമൊന്നും നമ്മുടെ മുമ്പിൽ ഉണ്ടാവില്ല. സോ
Time management. When you manage your time correctly, then you are your superhero. നമുക്ക് എല്ലാത്തിനും സമയം കണ്ടെത്താൻ പറ്റും പെർഫെക്റ്റ് ടൈം മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ. നമ്മൾക്ക് ലിഷറിന് ടൈം വേണം. ഹാർഡ് വർക്ക് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിരിക്കണം. അതുപോലെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് റിക്കവറി, നമുക്ക് ഹീലിംഗ് വേണമെങ്കിൽ വി ഹാവ് ടു പുട്ട് അപ്പ് ദ ക്യാപ്പ്, or we have to take up our own responsibility to take care our body, to take care our mind. നമ്മൾക്ക് അറിവ് വേണം. സോ വാട്ട് വി ഹാവ് ടു ഡു, അതിനു വേണ്ടി, ആ അറിവ് നേടാൻ വേണ്ടി നമ്മൾ നമ്മളെ തന്നെ സൂപ്പർ ഹീറോ ആയി തീരണം. സോ ഇതുപോലെ നമ്മളുടെ ഒരു സൂപ്പർ ഹീറോ ആവണ ഒരു കോൺസെപ്റ്റ് അധികാരം മലയാളത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ ക്ലിയർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആരും ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യില്ല. ഒരു ഫിക്ഷണൽ സൂപ്പർ ഹീറോ വന്ന് നമ്മുടെ ലൈഫിനെ അപ്പാടെ രക്ഷപ്പെടുത്തും അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യും എന്ന് ചിന്തിച്ച് സമയം കളയില്ല. വി വിൽ ടേക്ക് അപ്പ് ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് വി വിൽ ടേക്ക് അപ്പ് അവർ ഓൺ ലൈഫ്. പിന്നെ ഇതിലെ എല്ലാറ്റിലും ഉപരി നമ്മൾക്ക് കുറേ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ വരുമ്പോൾ നമ്മളെപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. വി ഹാവ് ടു ബി താങ്ക്ഫുൾ ഫോർ വാട്ട് എവർ വി ഹാവ്. നമുക്ക് നല്ല വായു ഉണ്ട് ശ്വസിക്കാൻ. സോ സേ താങ്ക് യു, താങ്ക് യുവർ സെൽഫ്. നമുക്ക് ആ ഒരു നല്ലൊരു അന്തരീക്ഷം, നമുക്ക് നമ്മളുടെ ലങ്സിലോട്ട് നല്ല പ്യുവർ എയർ കൊടുക്കാൻ പറ്റിയതിൽ നമുക്ക് നമ്മളോട് തന്നെ താങ്ക്സ് പറയാവുന്നതാണ്. നല്ല ഭക്ഷണം നമ്മുടെ ബോഡിക്ക് കൊടുക്കാൻ പറ്റിയില്ല, നല്ല റെസ്റ്റ് കൊടുക്കാൻ പറ്റിയില്ല, നല്ല എക്സസൈസ് ചെയ്യാൻ പറ്റിയാൽ ഇതിലൊക്കെ നമുക്ക് നമ്മുടെ ബോഡിയോട് താങ്ക്സ് പറയാം, നമ്മളോട് തന്നെ താങ്ക്സ് പറയാം. അങ്ങനെ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളോട് തന്നെ എക്സ്പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ സൂപ്പർ ഹീറോ ആയി മാറാം. നമുക്ക് നമ്മുടെ തന്നെ സൂപ്പർ ഹീറോ ആവാനുള്ള 7 കാര്യങ്ങൾ പറയാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, വി ഹാവ് ടു ഗീവ് ഇമ്പോർട്ടൻസ് ടു അവർ ഓൺ ഹെൽത്ത്. Get your basics right. Sleep, eat properly, move your body. നമ്മൾക്കൊരു അൺഹെൽത്തി ബോഡി ആണെങ്കിൽ ഒരു ഹീറോ ആവാനോ സൂപ്പർ ഹീറോ ആവാനോ ഒന്നും പറ്റില്ല അല്ലേ. അത് ഫസ്റ്റ് വി ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. ആൻഡ് സെക്കൻഡ്, ട്രെയിൻ യുവർ മൈൻഡ് ലൈക്ക് ഇറ്റ് മാറ്റേഴ്സ്, ബിക്കോസ് ഇറ്റ് ഡസ്. നമ്മുടെ തോട്ട്സിനെ ഒബ്സർവ് ചെയ്യാം. നല്ല തോട്ട്സ് ആണോ നമ്മളുടെ ഉള്ളിലുള്ളത്, നമ്മൾ എന്തെങ്കിലും മെസ്സി തോട്ട്സ് ക്യാരി ഓവർ ചെയ്യുന്നുണ്ടോ. പ്രാക്ടീസ് മെഡിറ്റേഷൻ. പിക്ക് യുവർ മിഷൻ ഫോർ ദ ഡേ. ഒരു ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് എന്ത് ഞാൻ ചെയ്യും എന്നുള്ളൊരു മിഷൻ മൈൻഡിൽ ഫിക്സ് ചെയ്യാം. ആൻഡ് ദ ഫോർത്ത് വൺ, ഡു ഹാർഡ് തിങ്സ് ഓൺ പേർപ്പസ്. ചില കാര്യങ്ങൾ നമുക്ക് ഡിഫിക്കൽട്ടാന്ന് തോന്നും, ബട്ട് ഡു ഇറ്റ് വിത്ത് കോൺഫിഡൻസ്. സോ ദിസ് വിൽ ഇംപ്രൂവ് യുവർ കോൺഫിഡൻസ്. സ്റ്റോപ്പ് വെയിറ്റിംഗ് ഫോർ മോട്ടിവേഷൻ. മോട്ടിവേഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണ്ട. ഡിസിപ്ലിൻ ഈസ് യുവേഴ്സ് റിയൽ സൂപ്പർ പവർ. ഷോപ്പ് ഇറ്റ് എനി വേ. Build your character. Be honest, keep your word, help others when you can. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് കൂടും, നമ്മുടെ സ്കിൽസും ഇമ്പ്രൂവ് ആവും. പ്രൊട്ടക്റ്റ് യുവർ എനർജി. ഫൈനൽ തിങ്, ദിസ് ഈസ് ദ ഫൈനൽ തിങ്. പ്രൊട്ടക്റ്റ് യുവർ എനർജി. ടു മച്ച് കമ്പാരിസൺ ചെയ്യുന്ന ആളുകൾ, അതുപോലെ അങ്ങനെയുള്ളൊരു നെഗറ്റീവ് എൻവയോൺമെൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുക. പിന്നെ ടു മച്ച് സ്ക്രോളിങ്, അതുപോലെ അങ്ങനെ നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന എന്തോ ആണോ ഉള്ളത് അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക. സോ ദീസ് ഓൾ തിങ്സ് വി ഹാവ് ടു ബി റിയലി തോട്ട്ഫുൾ വൈൽ വി നീഡ് ടു ബി അവർ ഓൺ സൂപ്പർ ഹീറോ. നമ്മൾ നമ്മുടെ തന്നെ സൂപ്പർ ഹീറോ ആവാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. യു ക്യാൻ ഡു ദിസ്. ബി യുവർ ഓൺ സൂപ്പർ ഹീറോ. ഡു യുവർ ബെസ്റ്റ് എവ്രി ഡേ. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ കൈൻഡ് ആൻഡ് നെവർ ഗിവ് അപ്പ്. എന്ത് തന്നെയായാലും ഞാൻ ഗിവ് അപ്പ് ചെയ്യില്ല എന്ന് നമ്മൾ തന്നെ ഒരു പ്രോമിസ് കൊടുക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ തന്നെ സൂപ്പർ ഹീറോ ആവാൻ സാധിക്കും. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിങ് ടു മീ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു മലയാളത്തിൽ ഞാൻ ഇങ്ങനൊരു കണ്ടൻറ്റ് കാണുന്നത് തന്നെ. ഇത്തരം കണ്ടൻറ്റുകൾ ഇഷ്ടമാണെങ്കിൽ ഡു സപ്പോർട്ട് മീ, സബ്സ്ക്രൈബ് മൈ ചാനൽ, do watch my videos. Thank you so much, Jita.